ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്ത്, റിസാലത്ത്, പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഔലിയാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് കറാമത്ത് എന്നും പറയപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി നൽകപ്പെട്ടതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വെള്ളപ്പാണ്ട് രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവ് മുഅ്ജിസത്തായി നൽകപ്പെട്ടതുപോലെ ഓരോ കാലഘട്ടത്തിലും ഏത് വിധേനയുള്ള മുഅ്ജിസത്താണോ ഏറ്റവും അനുയോജ്യമായത് അതായിരുന്നു നൽകപ്പെട്ടത്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിലും മറ്റും മുൻപന്തിയിൽ നിൽക്കുന്ന സമൂഹത്തിലേക്ക് ആ വൈദ്യശാസ്ത്രം തോറ്റുപോയ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുക എന്ന മുഅ്ജിസത്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം അത് മായാജാല വിദ്യകളും മറ്റു കൺകെട്ടുകാരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായി. ആ സമയത്താണ് അവയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി യഥാർത്ഥ പാമ്പായി മാറുന്ന മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. എന്നാൽ ആ മുഅ്ജിസത്തുകളെല്ലാം മേലെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വിശുദ്ധ ഖുർആൻ എന്ന മുഅ്ജിസത്ത്. അറബികൾ കഅബയുടെ അടുത്ത് വന്ന് സാഹിത്യ കൃതികൾ ആലപിക്കുകയും സാഹിത്യ കവിതകൾ അതിൽ മത്സരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമാണ്. ആ സാഹിത്യത്തെ എല്ലാം വെല്ലുന്ന രൂപത്തിൽ അവരെ കൊണ്ട് ഒരിക്കലും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹിത്യ ഗ്രന്ഥമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായി നൽകിയത്. ദാമത്ത് ലദൈനാ ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ, എല്ലാ മുഅ്ജിസത്തിനെയും ആ വിശുദ്ധ ഖുർആൻ എല്ലാത്തിനേക്കാളും മേലെയായി എന്ന് ബുർദയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ റിസാലത്തിന് അല്ലാഹുവിന്റെ ഹബീബ് നബിയാണ് എന്നറിയിക്കുന്ന മറ്റു ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പ്രസവിക്കപ്പെട്ടപ്പോൾ സാവ തടാകം വറ്റിപ്പോയതും കിസ്റ കൊട്ടാരം തകർന്നതും അതുപോലെ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളായ ബിംബങ്ങൾ തകർന്നു വീണതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ നുബുവത്തിനെ അറിയിക്കുന്നതായി വേറെയും ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ നുബുവത്തിനെ അറിയിക്കുന്ന, ഹബീബിന്റെ റിസാലത്തിനെ അറിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് തൗറാത്തിലും ഇഞ്ചീലിലും അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ മദ്ഹുകളും പറഞ്ഞു എന്നത്. എന്നാൽ അത്തരം തെളിവുകളോടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറ്റ് അമ്പിയാക്കളുടെ റിസാലത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന അമാനുഷിക സംഭവങ്ങളാണ് മുഅ്ജിസത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുഅ്ജിസാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.